പൊട്ടിയോ? ചപ്പാത്തി പുട്ടന് ശ്രീകുട്ടാ നിനക്ക് പുട്ടന്നെ വേണോ? ഇത്രയും നേരം പുട്ടും കുറ്റിയിൽ ചപ്പാത്തി മതി വയ്ക്കും. ഇത്രയും നേരം പുട്ടും കുറ്റിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയോണ്ട്. ഓണത്തിന് നല്ല ചക്കപ്പായസം വെക്കുന്ന തിരക്കിലാട്ടോ ഞങ്ങള്. അങ്ങനെ പെണ്ണുങ്ങൾ മാത്രം അടുക്കളയിൽ കയറിയ പോരല്ലോ, ആണുങ്ങൾക്ക് വേണ്ട എന്തേലും പണി. ഓണാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് അങ്ങ് പണിയെടുക്കാന്ന് വിചാരിച്ചു. രണ്ടേട്ടന്മാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ആദ്യം മൂത്ത ആള് വന്നാട് നാളികേരം പൊളിച്ചൊക്കെ വെച്ചതാ. ഇളയ ആള് ഇവിടെ നിന്നാണ്ട് ചിരണ്ടി നാളികേരം പിഴിയണ തിരക്കിലാട്ടോ. അപ്പൊ ഒന്നാം പാല് റെഡി. ഇനി രണ്ടാം പാലാണ്. രണ്ടാം പാല് നമ്മളിത് നാളികേരം നല്ലോണം മിക്സിയിട്ട് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തേക്ക് മൂത്ത ആള് വന്ന് രണ്ടാം പാലിന്റെ ഡ്യൂട്ടി മൂത്ത ആൾക്കായിക്കോട്ടെ. ചതച്ച നാളികേരം നല്ലോണം ഞൗണ്ടി കൈകൊണ്ട് നല്ലോണം ഞൗണ്ടി എടുത്തു കഴിഞ്ഞാൽ രണ്ടാം പാല് ഒന്നും കൂടി ഉഷാറായിട്ട് കിട്ടും കേട്ടോ. അതാ പേത്തിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം പാല് മാക്സിമം എടുക്കണം കേട്ടോ. നല്ലോണം ഞൗണ്ടി എടുത്തിട്ടായിട്ട് മാക്സിമം പാല് രണ്ടാം പാലിൽ തന്നെ പോരണേ. കാരണം മൂന്നാം പാലിലാണ് നമ്മൾ ചക്ക പായസം വെക്കുക, ചക്ക വെക്കുക. അപ്പൊ അതിൽ വല്ലാതെ പാലുണ്ടായി കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ പിരിയും. അപ്പൊ മാക്സിമം രണ്ടാം പാൽ തന്നെ എടുത്തിട്ട് മൂന്നാം പാലിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂടുവെള്ളം, നല്ല വെള്ളം, സാധാ പച്ചവെള്ളം നല്ലോണം ചൂടാക്കിയിട്ട് ആ നാളികേരത്തിൽ ഒഴുക്കി പിഴിഞ്ഞ് ഒന്നും കൂടി ഞൗണ്ടി എടുക്കുമ്പോൾ നല്ലോണം ചൂടും കിട്ടും. എന്നാലും ചൂടുവെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ ഇരട്ടങ്ങട്. അത് പിഴിഞ്ഞിട്ട് ശക്തിയില്ല ശക്തിയില്ല ശക്തിമാൻ. രണ്ട് കൈയുണ്ട്. ചക്കക്കൂട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്ക കഴിഞ്ഞ കൊല്ലത്തെ ചക്കയാണ് അമ്മ നല്ലോണം വരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പൊ ചക്ക പായസം ഉണ്ടാക്കണ മുന്നേയിട്ട് ഞങ്ങൾ നല്ലോണം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പുതരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നും കൂടി എന്ത് ചെയ്തു, അതില് കടിക്കാൻ തരിതരികളൊന്നും ഉണ്ടാവാക്കാൻ വേണ്ടിയിട്ട് എടുത്തുമ്പോൾ നല്ലോണം മിക്സിയിലിട്ട് നല്ലോണം നല്ല അരച്ച് പേസ്റ്റ് പോലെയാക്കി. ഇതാ പേസ്റ്റ് പോലെയാക്കിയിട്ട് മൂന്നാം പാലും കൂട്ടി ഞങ്ങൾ അടുപ്പത്ത് വെച്ചു. ഈ ചക്കപ്പായസം ചക്കപ്പം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അധികം വീട്ടിലൊന്നും ഉണ്ടാക്കാത്തൊരു ഐറ്റം അല്ലേ. പക്ഷെ ഇവിടെ ചക്കക്കാലായി കഴിഞ്ഞാൽ അമ്മേന്റെ പ്രധാന ഡ്യൂട്ടി ഇതാട്ടോ. അച്ഛൻ ചക്ക പറിച്ച് അരിഞ്ഞു കൊടുക്കും, അമ്മ വേവിച്ച് വരട്ടി വെക്കും. ഇതാണ് ഇവിടുത്തെ പണി. മൂന്നാം പാലിൽ ചക്ക നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കേണ്ടത് ശർക്കര കേട്ടോ. നമ്മളെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ഒഴിക്കാൻ. ഞങ്ങൾക്ക് ഇവിടെ മധുരപ്രിയന്മാരാണ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ നല്ലോണം മധുരം ഉപയോഗിക്കും കേട്ടോ. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ വല്ല കല്ലോ ഉണ്ടെങ്കിൽ അരിച്ചിട്ടാട്ടോ ഞാൻ ഏറ്റവും ഒഴിക്കുന്നുണ്ട്. ഞാൻ അരിക്കലും പായസം ഇളക്കലും കൂടി ഒരുമിച്ച് വേണം കേട്ടോ. ആഹാ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ ചക്ക പായസം ഇവിടെ കിടന്നിട്ട് നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ അച്ഛന് മാത്രം പണി കൊടുത്തില്ല എന്നുള്ള സങ്കടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അച്ഛന് പായസത്തേക്ക് എടുക്കേണ്ട നാളികേരം അരിയാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റമേ വല്ലതും നിങ്ങളെങ്കിലും വല്ലതും വാദോർന്ന് പറ. ആരും ഒന്നും പറയണില്ല. നിങ്ങളെങ്കിലും വാ തുറന്ന് വല്ലതും പറ. ഈ വീട്ടിലെ മാത്രം പ്രത്യേകതയാണത്. അത്രയും നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഫോണും കൊണ്ടുവന്ന അപ്പ എല്ലാരും മുണ്ടാട്ടം മുട്ടും. എന്താന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാരും പഞ്ചാരക്കുട്ടന്മാരാവുകൊണ്ടേ പായസത്തിൽ എത്ര മധുരം ഇട്ടിട്ട് അങ്ങോട്ട് റെഡി ആവണില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും ശർക്കര ഇട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ശർക്കര മുഴുവൻ അതിക്കൊരു തീരുമാനമാക്കി. അച്ഛന്റെ ഡ്യൂട്ടി അച്ഛൻ ഗംഭീരമായി നിർവഹിച്ച് അത് എന്റെ കയ്യിലെത്തിന്നു കേട്ടോ. അടുത്തത് നെയ്യില് ആ നാളികേരക്കൊത്തിനെടുത്തിട്ട് നല്ലോണം വറക്കണം, ഒരു ബ്രൗൺ കളറാവണം. ഈ പായസത്തില് ചക്കപ്പായസത്തില് ആകെ കടിക്കാൻ കിട്ടുന്ന ഒരു മുതല് ഈ ഒരു മുതല് മാത്രമാണ്, നാളികേരക്കൊത്ത് മാത്രമാണ്. അപ്പൊ നല്ലോണം നാളികേരക്കൊത്ത് അത്യാവശ്യം നല്ലോണം ഉണ്ടായാലും നല്ല രസാട്ടോ. ഈ ചക്കപ്പായസവും നാളികേരം കൂടി നല്ലോണം കടിച്ച് തന്നെ നല്ല രസമാണ്. അപ്പോൾ അത് ഇടുന്നതിന്റെ മുന്നേറ്റ് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ച് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് പായസം വെക്കാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടതെങ്കിലും വന്ന് ഈ ചെമ്പ് നിറയണ വരെ ആയിട്ടോ. ഒന്നാം പാലും കൂടി മാക്സിമം അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് ഇട്ടുമ്പോ പതുക്കെ ഒഴിച്ചുകൊണ്ട് കേട്ടോ. എങ്ങാനും പോയാലോ, പാത്രം മാറ്റേണ്ടി വരുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങള്. ഏതായാലും പാത്രം മാറ്റേണ്ട അവസ്ഥ വന്നില്ല. കറക്റ്റ് ആ ഒരു ചെമ്പിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ ആ പായസം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത് കേട്ടോ. കാരണം പെട്ടെന്ന് പിഴിയും. കാരണം നാളികേരത്തിന്റെ എല്ലാ പാലും എണ്ണയൊക്കെ ഉള്ളത് ഈ ഒന്നാം പാലിലാ. അപ്പൊ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാതെ നമ്മൾ വേഗം വാങ്ങണം.
അപ്പോൾ ഒന്നാം പാൽ വെച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആകെ ഒഴിക്കാനുള്ളത് നമ്മളെ നാളികേരക്കൊത്താട്ടോ, നെയ്യിൽ ബ്രൗൺ കളറാക്കി വെച്ച് നാളികേരക്കൊത്തില്ലേ, ഇത് അതും കൂടി ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ പായസം റെഡി ആട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ചക്ക വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇക്കൊല്ലത്തെ ചക്കയാണെങ്കിലും ഇതേപോലെ വരട്ടി വെച്ചിട്ട് ചക്കപ്പായസം ഉണ്ടാക്കി അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നാളികേരപ്പാലെടുക്കൽ മാത്രമാണ് ഇതിലൊരു എന്താ പറയുക, കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണി, അത് കുറച്ച് റിസ്ക്കാണ്. അത് എടുക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ചക്കപ്പായസം ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചക്കപ്പായസം ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ചക്ക ഇതേപോലെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇല്ലാത്ത കാലത്ത് നമുക്ക് ആഗ്രഹം വരുമ്പോൾ ഇതേപോലെ ചക്കപ്പോ ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്, വെരി സിമ്പിളാണ്. അപ്പോൾ എന്താ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ വെരി 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 താങ്ക് യു കേട്ടോ. അപ്പോൾ ശരി, ബൈ.